ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. കിച്ചൺ മെസ്സേജസ് എന്നാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് കൊണ്ടുള്ള നല്ല രുചികരമായ ഒരു തോരനാണ്. അതിന് വേണ്ടി വേണ്ടത് വാഴക്കൂമ്പ് അരിഞ്ഞത്, സവാള, തേങ്ങ, കറിവേപ്പില, ഉഴുന്ന്, ജീരകം, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം കൂടെ. അടുത്തതായി നമുക്കൊരു പാൻ എടുത്ത് അത് ചൂടാവാൻ വയ്ക്കാം. ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ കൂടി വീത്തി കൊടുക്കുക. ചൂടാകുമ്പോൾ അതിലേക്ക് ഉഴുന്ന് കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് നല്ലവണ്ണം ഇളക്കി മൂപ്പിച്ചെടുക്കുക. ബ്രൗൺ കളറിലാവുന്നവരെ ഇളക്കി കൊടുക്കുക. ആയി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിത്തെറിക്കുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കൊത്തി എരിഞ്ഞ് വെച്ചേക്കുന്ന കൂമ്പ് കൂടി ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നല്ലവണ്ണം ചേർത്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ലവണ്ണം ഇളക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള കൂടി, ഒരു സവാളയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്, അത് കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം അത് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഇതാദ്യമായി വേവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുറച്ച് വെള്ളവും കൂടെ നനച്ച് കൊടുക്കുക. അല്ല, നല്ല രീതിയിൽ അടി പിടിക്കാതെ വേവിക്കാൻ പറ്റുമെന്നുള്ളവർക്ക് വെള്ളം ആവശ്യമില്ല. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പിനായിട്ടുള്ള കൂട്ട് റെഡിയാക്കാം. അതിനായി മിക്സിയുടെ ജാറിൽ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ കൊണ്ട് ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് അരപ്പുണ്ടാക്കി എടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് വാഴക്കൂമ്പ് വെന്തോന്ന് നോക്കാം. അത് നല്ലവണ്ണം ഒന്ന് അടിയിൽ പിടിക്കാതെ ഇളക്കി യോജിപ്പിച്ച് നല്ലവണ്ണം എടുക്കുക. അതിലേക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന കൂട്ടി കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് വെള്ളം തോർത്തിയെടുക്കുക. അത് കൂടുതലായി നമ്മൾ അടച്ച് വെച്ച് വേവിക്കാതെ തുറന്ന് വെച്ച് വേവിക്കുക. അപ്പോൾ പെട്ടെന്ന് വെള്ളം തോർന്ന് നമുക്ക് കിട്ടും. അതൊന്ന് ഒരു ഇതിൽ തോരൻ പരുവമാവുമ്പോഴത്തേക്കും, കുഴമ്പ് രൂപമാവാതെ തോരൻ പരുവമാവുമ്പോഴത്തേക്കും നമുക്കത് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പോൾ കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും നന്ദി, നമസ്കാരം.